നിങ്ങൾക്ക് ദൈവിക സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ട് മലയാള ചാനലുകളിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന വിഷയം മനുഷ്യക്കടത്താണ്. മനുഷ്യക്കടത്ത്. സരിത തൽക്കാലം വിടവാങ്ങി. മനുഷ്യക്കടത്തും ഉടനെ വിടവാങ്ങുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഏകദേശം ചാനലുകളും പത്രങ്ങളും എന്താണോ ആഗ്രഹിച്ചത് ആ കരയിലേക്ക് അവർ കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. അതിന്റെ ഇരകൾ എത്തേണ്ടടുത്തെത്തി. നമ്മളെ ബാധിക്കുന്ന വിഷയം അതല്ല. ഇതെല്ലാം നടക്കുന്നത് അള്ളാഹുവിന്റെയും ഖുർആനിന്റെയും നാമത്തിലാണ് എന്നതാണ്. ഇസ്ലാമിന്റെ പേരിലാണ് ഇത് നടക്കുന്നത് എന്നതാണ് കാര്യം. ശരിക്കും ചാനലുകൾ കേരളത്തില് നമ്മുടെ ഭാരതത്തിന്റെ മതേതരത്വത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിലനിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്ന് അഭിമാനം കൊള്ളാറുണ്ടായിരുന്നു മലയാളികൾ. യഥാർത്ഥത്തിൽ നിരപേക്ഷമായ ഒരു സൗഹൃദവും മതനിരപേക്ഷമായ രാഷ്ട്രീയവും ഒക്കെ നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ് എന്ന ഒരഭിമാനമോ ചെറിയൊരു അഹങ്കാരമോ ഒക്കെ മലയാളിക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഒരു വിഷയത്തിൽ ആ മാനം കടന്നിട്ട് ശരിക്കും അനാഥകളുടെ പ്രശ്നം ചാനലുകളും പത്രങ്ങളും കൈകാര്യം ചെയ്യുന്നത് പോലും സാമുദായികമായിട്ടല്ലേ എന്ന് സാമുദായികതയെ എതിർക്കുന്നവർക്ക് പോലും തോന്നുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ശരിക്കും 466 കുട്ടികളെ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് അതിന്റെ 4-1 പേർക്കുള്ള ടിക്കറ്റ് മാത്രം എടുത്തിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കേരളത്തിലെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഈ കുട്ടികൾ അതിനെ കൊണ്ടുവന്നവരടക്കം പിടിക്കപ്പെടുകയും ചെയ്ത സംഭവത്തെ ഒരു പ്രത്യേക സമുദായത്തെ കുറ്റവാളിയാക്കാൻ വേണ്ടി ചിത്രീകരിക്കുന്നത് പോലെ ചാനലുകളും പത്രങ്ങളും ചിത്രീകരിക്കുകയും മറുവശത്ത് അതിനെ പ്രതിരോധിക്കാൻ ഒരു പ്രത്യേക സമുദായത്തിന്റെ ആൾക്കാർ മാത്രം നിലകൊള്ളുകയും ചെയ്തപ്പോൾ സത്യത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് കേരളത്തിലെ പൊതുരംഗം സാമുദായികമായി വിഭജിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. ഈ വിഷയം നമ്മെ പോലെ ഗൗരവബുദ്ധിയ ദൈവിക വ്യവസ്ഥതയെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ മുൻധാരണകളും ദുർവാശികളും ഇല്ലാതെ തുറന്ന മനസ്സോടെ ദൈവിക വ്യവസ്ഥതയെ സമീപിക്കാൻ മനസ്സുള്ളവർ വെറുതെ നോക്കിയിരുന്ന പോരാ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു തോന്നൽ. ആ കാര്യത്തെക്കുറിച്ച് ഗൗരവമായ ചിന്ത ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കേരളത്തിൽ യതീംഖാന എന്ന് പറയുന്ന ഒരു സംഭവം കുറെ കാലമായിട്ട് ഇവിടെ നിലകൊള്ളുന്നുണ്ട്. യതീംഖാന എന്ന സംഭവം. ആ യതീംഖാനയിലേക്ക് 400 കുട്ടികളെ, ആ കുട്ടികൾ യഥാർത്ഥത്തിൽ പരിപാലനം അർഹിക്കുന്നവരല്ല എന്ന് ഈ വിഷയത്തെ എതിർത്താരും പറഞ്ഞിട്ടില്ല. ഈ കുട്ടികൾ പരിപാലനം അർഹിക്കുന്നവരല്ല എന്നോ സ്വയം പരിപാലിക്കാൻ യോഗ്യരാണ് ഇവരുടെ രക്ഷിതാക്കൾ എന്നോ ആരും പറഞ്ഞിട്ടില്ല. പ്രശ്നത്തിന്റെ കാതലായ വശമതാണ്. ആ വശം വിട്ടിട്ട് മറ്റൊരു വശത്താണ് ഈ പ്രശ്നം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ആ വശം കൂടുതൽ ഊന്നി ചർച്ച ചെയ്യപ്പെടാൻ അവസരമുണ്ടായത്? എന്തുകൊണ്ടാണ് ചില കുട്ടികൾക്ക്, ചില അനാഥ ബാല്യങ്ങൾക്ക് സനാഥത്വം നൽകാനുള്ള ഒരു ശ്രമം എന്ന് വേണമെങ്കിൽ പറയാം. ആ ശ്രമത്തിൽ ധാരാളം പാളിച്ചകൾ ഉണ്ടാവാം. ധാരാളം പാളിച്ചകൾ ഉണ്ടാവാമെന്നല്ല, ഉണ്ട്. പ്രത്യക്ഷത്തിൽ കാണാവുന്ന പാളിച്ചകൾ ധാരാളമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ഉള്ളപ്പോഴും പ്രശ്നത്തിന്റെ കാതലായ മറ്റൊരു വശം തികച്ചും തമസ്കരിക്കപ്പെട്ട് ഒരേ വശം മാത്രം ചർച്ച ചെയ്യപ്പെടാൻ കാരണമായത് എന്താണ് എന്ന് ചിന്തിക്കണം. അങ്ങനെയാണോ ഇത് ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ സംഭവത്തിന്റെ ഇന്നത്തെ അവസ്ഥ ചിന്തിച്ചാൽ മതി.
ഈ 460 കുട്ടികളിൽ മഹാഭൂരിഭാഗവും ഇന്ന് തിരിച്ചയക്കപ്പെട്ടു. തിരിച്ചയക്കപ്പെട്ട കുട്ടികളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇനി 1 മാസമോ 2 മാസമോ കഴിഞ്ഞ ശേഷം അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ അറിയാം. ഇതിന്റെ മർമ്മത്തിലാണോ ചർച്ച നടന്നത്, അല്ല മർമ്മത്തിന് പുറത്താണോ ചർച്ച നടന്നത് എന്ന കാര്യം മനസ്സിലാക്കാൻ അത് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞ ഒരു വ്യക്തി ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലെ ഒരു ഓർഫനേജിൽ വന്ന് താമസിക്കുകയും പരിപാലിക്കപ്പെടുകയും പഠിച്ച് നല്ല നിലയിൽ ഉദ്യോഗത്തിലിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയോട് ഇതിനെക്കുറിച്ച് ഒരാൾ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, ആ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും എന്ന് എനിക്കൊരു ധാരണ ഇപ്പോൾ ഉണ്ട്. പക്ഷെ ആ ധാരണയേക്കാൾ അപ്പുറം 1 മാസം നിങ്ങൾ ആ കുട്ടിയെ ഒബ്സർവ് ചെയ്താൽ മതി. അപ്പോൾ അറിയാം ആ കുട്ടികളുടെ അവസ്ഥ എന്താണ്. ഏതവസ്ഥയിൽ നിന്നാണോ അവർ വന്നത് അതേ അവസ്ഥയിലേക്ക് അവർ തിരിച്ചു പോകുന്ന ഒരവസ്ഥ. അതാണ് ഇതിന്റെ പരിണതി. ഈ മൊത്തം ചർച്ചയുടെ പരിണതി അതാണ്. ആ കുട്ടികൾ വീണ്ടും പഴയ വിഴുപ്പിലേക്ക് തന്നെ, അഴുക്ക് ചാലിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് ഈ ചർച്ച കൊണ്ടുണ്ടായ ഫലം, പരിണത ഫലം. അപ്പൊ നമുക്കറിയാം, മർമ്മം കേന്ദ്രീകരിച്ചായിരുന്നില്ല ചർച്ച മറ്റൊന്ന് കേന്ദ്രീകരിച്ചായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. ഈ മറ്റൊരു രംഗം മർമ്മം വിട്ട് മറ്റൊരിടത്ത് ഈ ചർച്ച കേന്ദ്രീകരിക്കാനുണ്ടായ കാരണത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. മർമ്മം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ആ ചർച്ച കേന്ദ്രീകരിക്കാനുണ്ടായ കാരണം എന്താണ് എന്നതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം. എനിക്ക് തോന്നുന്നു അതിനുത്തരവാദികൾ ഖുർആനിന്റെ അനുയായികളും ഇസ്ലാമിന്റെ പ്രായോജകരും എന്ന് പറഞ്ഞു നടക്കുന്ന ഇന്നത്തെ കേരളീയ മുസ്ലിം സമൂഹമാണ്. ചർച്ച ചെയ്തവരാണ് അതിന് ഉത്തരവാദികൾ എന്ന് ഞാൻ പറയില്ല. ചർച്ച ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് പഠിച്ചാൽ ആ ചർച്ച അങ്ങനെ എത്തിപ്പെടാനുള്ള ഉത്തരവാദിത്തം ആരിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനു മുമ്പേ ഈ യതീം എന്ന വിഷയം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്ന ഒരു വാചകമാണ്, വൈദ് അഖദ്ന മീസാഖ ബനി ഇസ്രാഈല ലാ തഅബുദൂന ഇല്ലല്ലാഹ്. ബനി ഇസ്രായേലിനോട്, ബനി ഇസ്രായേൽ എന്നതിന്റെ വിവക്ഷ അവിടെ ഇരിക്കട്ടെ, എന്തായാലും മനുഷ്യ സമൂഹമാണ്, ഒരു മനുഷ്യ സമൂഹമാണ്, അല്ലെങ്കിൽ മൊത്തം മനുഷ്യ സമൂഹമാണ്. ആ മനുഷ്യ സമൂഹത്തോട് ദൈവം ഒരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാറിന്റെ ഒന്നാമത്തെ വ്യവസ്ഥിതി ലാ തഅബുദൂന ഇല്ലല്ലാഹ്. ആ ദൈവത്തിനല്ലാതെ നിങ്ങൾ വിധേയപ്പെടരുത്. അൺകണ്ടീഷണലായ വിധേയത്വം ആ ദൈവത്തിനല്ലാതെ പാടില്ല. അതാണ് ഒന്നാമത്തെ വ്യവസ്ഥിതി. പിന്നെയോ വബിൽ വാലിദൈനി ഇഹ്സാനൻ വദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വബിൽ വാലിദൈനി ഇഹ്സാനൻ വദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ. രക്ഷിതാക്കൾക്ക് ദൈവത്തിന്റെ തൊട്ട് താഴെ സ്ഥാനമുണ്ട്, അവരുടെ പരിപാലനത്തിന് തൊട്ട് താഴെ സ്ഥാനമുണ്ട് എന്ന് പറയാൻ ഉദ്ധരിക്കപ്പെടുന്ന ദൈവവചനമാണിത്. ദൈവത്തിന് വിധേയപ്പെടണമെന്ന് പറഞ്ഞ ഉടനെ ദൈവം പറഞ്ഞിരിക്കുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന എന്നാണ്. എല്ലാ വേദികളിലും നമ്മൾ കേൾക്കുന്നതാണ് ഈ വ്യാഖ്യാനം. എന്നാൽ ദൈവം വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. ഇഹ്സാന എന്ന പേര്, ഇഹ്സാനൻ എന്ന കർമ്മം മറ്റ് പലതിലേക്കും കൂടി വാലിദൈനി എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവം വ്യാപിപ്പിച്ചിരിക്കുന്നു. അതിലൊന്നാണ് യതാമ വൽ മസാകീൻ. മനസ്സിലാക്കണം. വദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ എന്ന് വെച്ചാൽ ദൈവത്തിന് തൊട്ട് താഴെ പരിപാലിക്കപ്പെടാൻ വേണ്ടി ദൈവം എടുത്തു പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒന്നാണ് യതീം. നല്ല നിലയിൽ പെരുമാറപ്പെടേണ്ട 4 എണ്ണത്തിൽ ഒന്നാണ് യതീം. സ്വന്തം രക്ഷിതാക്കളെ പോലെ, അടുപ്പമുള്ളവരെ പോലെ, അതേപോലെ തന്നെ പാവപ്പെട്ടവനെ പോലെ ഉണ്ടാവേണ്ട, നല്ല നിലയിൽ വർത്തിക്കേണ്ട, നല്ല നിലയിൽ പരിപാലിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് യതീം. പിന്നെയാണ് ദൈവം പറയുന്നത് നിസ്കരിക്കാനും
2.5% കൊടുക്കാനും ഒക്കെ അതിനുശേഷം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇവര് തന്നെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതിനുശേഷം മാത്രം. അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഈ യതീം എന്ന വാക്കിന്, അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. മനസ്സിലാക്കണം, യതീം എന്ന വാക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഖുർആൻ അനുയായിയെ സംബന്ധിച്ചിടത്തോളം അപ്രധാനമായ വാക്കല്ല. അത് മനസ്സിലാക്കണം. പക്ഷേ ആ വാക്കിനെ ഇന്ന് സമൂഹം വ്യാഖ്യാനിച്ചിരിക്കുന്നതും ഉപയോഗപ്പെടുത്തുന്നതും എങ്ങനെയാണ് എന്നും കൂടി പരിശോധിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. കാരണം അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചർച്ചയുടെ താളപ്പിഴകൾ ഉരുത്തിരിഞ്ഞു വന്ന കാരണം കിടക്കുന്നത്. ഇന്നത്തെ ചാനലുകളും പത്രങ്ങളും ചർച്ചയെ പിഴച്ച താളത്തിലാക്കാനുള്ള കാരണം കിടക്കുന്നത് ഈ വ്യാഖ്യാനത്തിലാണ്, യതീം എന്ന വാക്കിന്റെ വ്യാഖ്യാനത്തിലാണ് എന്ന് മനസ്സിലാക്കണം. എന്താണ് യഥാർത്ഥത്തിൽ യതീം? യതീമിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇനിയും നമുക്ക് പറയാം. യതീമിനെ ആദരിക്കണം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. യതീമിനെ അടിച്ചമർത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. യതീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനീതി കാണിക്കുന്നവൻ അതിലൂടെ സമ്പാദിക്കുന്നത് വയറ്റിൽ തീ നിറയ്ക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാ, എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വിശദീകരണമായി പറഞ്ഞപ്പോ ഈ യതീമിനെ പരിപാലിക്കാൻ മനസ്സ് കാണിക്കാത്തവൻ എന്തൊക്കെ ചെയ്താലും ദീനിനെ നിഷേധിച്ചവനാണ് എന്നുകൂടി ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയട്ടെ, ദീൻ, യതീം എന്നൊക്കെ പറഞ്ഞതിന്റെ സാങ്കേതിക വാക്കുകളുടെ അർത്ഥമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നതാണോ അല്ലയോ എന്നത് വിഷയം വേറെ. പക്ഷെ ഏത് അർത്ഥത്തിലായാലും അതിനെ നിഷേധിച്ചവനാണ്, അതിന് എതിരെ പ്രവർത്തിച്ചവനാണ് എന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും പ്രധാനപ്പെട്ട യതീം എന്ന വാക്കിനെ എന്താക്കി മാറ്റി. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമതുലിതമായ ഒരു മനസ്സുമായി നടക്കാൻ കേരളീയ സാഹചര്യങ്ങൾ പോലും അനുവദിക്കാത്തിടത്തോളം ഇന്ന് പ്രശ്നങ്ങൾ, ഇന്ന് സാഹചര്യം വഷളായിട്ടുണ്ട് എന്നെല്ലാവരും സമ്മതിക്കും. ഒന്നുകിൽ അഹങ്കാരിയായി നടക്കാം, അല്ലെങ്കിൽ അല്പം ഭയത്തോടുകൂടി നടക്കാം, അതുമല്ലെങ്കിൽ അപകർഷതയോടുകൂടി നടക്കാം. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് മൂന്നും ദൈവം റെക്കമെൻഡ് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല. കാരണം മനസ്സിനെ ഏത് വഴിക്ക് കൊണ്ടുപോകാനും ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫലം അവൻ തന്നെ അനുഭവിച്ചോളുക എന്നൊരു കണ്ടീഷനോട് കൂടി ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദൈവം റെക്കമെൻഡ് ചെയ്തതല്ല, ദൈവം പ്രോത്സാഹിപ്പിച്ചതല്ല ഈ 3 മാനസികാവസ്ഥകളും. പക്ഷെ ഈ 3 മാനസികാവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിലെ തന്നെ മഹാഭൂരിഭാഗം മുസ്ലിം സമുദായാംഗങ്ങളും, സമുദായം എന്ന ഒരു യാഥാർത്ഥ്യം ഇന്ന് സമൂഹത്തിലുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് പറയാം. ആ സമുദായാംഗങ്ങൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് യതീമിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് പോകണം. യതീം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ഇന്നെല്ലാവരും പറയുന്നു, പിതാവില്ലാത്തവൻ, അച്ഛനില്ലാത്തവൻ, അച്ഛൻ മരിച്ചുപോയാൽ യതീമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ യതീം രാഹുൽ ഗാന്ധി. പിന്നെയോ മുകേഷ് അംബാനി, അച്ഛൻ കെ മുരളീധരൻ, സച്ചിൻ ടെണ്ടുൽക്കർ. അച്ഛൻ മരിച്ചു എന്ന ഒറ്റ കണ്ടീഷൻ മതി യതീമാവാൻ എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ആ യതീമിനെയാണോ ദൈവം ആദരിക്കണമെന്നും അടിച്ചമർത്തരുത് എന്നും അവരെ പരിപാലിക്കണമെന്നും സ്വന്തം രക്ഷിതാക്കളെ പോലെ പരിപാലിക്കണമെന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിൽ ധാരാളം യതീംഖാനകളുണ്ട്, ധാരാളം യതീംഖാനകളുണ്ട്. എല്ലാം ഒരുതരം തടവറകളാണ് യതീംഖാനകളെല്ലാം. നേരിട്ട് അറിയാവുന്ന കുറെ യതീംഖാനകളുണ്ട്. ആ യതീംഖാനകളിൽ എനിക്ക് മനസ്സിലാവുന്നത് വർഷത്തിൽ 1-2 മാസം യതീംഖാനകളിൽ കുട്ടികളെ വീട്ടിലേക്ക് അയക്കാറുണ്ട്, സ്കൂൾ അവധിയോടനുബന്ധിച്ചിട്ട്. ആ സമയം കുട്ടികൾക്ക് ഉത്സവകാലമാണ്. സത്യം ഉത്സവകാലമാണ്. മനസ്സിലാക്കണം, വളരെ ശോചനീയമായ ഒരു സാഹചര്യത്തിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല സാഹചര്യത്തിൽ വളർത്താൻ വേണ്ടി കൊണ്ടുവന്നു എന്നാണ് അവകാശവാദം. പക്ഷെ
പക്ഷെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിന് നല്ല സാഹചര്യം അവിടെയാണ്. ചിലപ്പോ കഞ്ഞി കുടിക്കാനുണ്ടാവില്ല, പരോളിൽ ഇറങ്ങുകയാണ് തടവറയുന്നത്, ജയിലിൽ നിന്ന്. ചില സ്കൂളുകളിലെ വൈകുന്നേരങ്ങളിൽ 4 മണിക്ക് നമ്മൾ പോയിട്ട് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്നാൽ അറിയാം, ഈ തേനീച്ചക്കൂട്ടിലെ കല്ലെറിഞ്ഞ പോലെ കുട്ടികൾ ഒരു ആരവത്തോടു കൂടി ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് ഓടി വരുന്നത് അല്ലേ. ഞാൻ ഈയിടെ ഒരു സ്കൂളിലെ ടീച്ചേഴ്സിനെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഏതെങ്കിലും ഒരു ടീച്ചർക്ക് ഭൂഷണമാണോ? ആലോചിച്ച് നോക്കണം. കുട്ടികൾ എന്താ ആഗ്രഹിക്കേണ്ടത്? ഈ കോമ്പൗണ്ടിനകത്ത് 5 മിനിറ്റ് അധികം ചെലവഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ആ കോമ്പൗണ്ടിനെ മാനേജ് ചെയ്യുന്ന പ്രിൻസിപ്പലും ടീച്ചേഴ്സും വിജയിക്കുന്നുള്ളൂ. 1 മിനിറ്റ് നേരത്തെ ഇവിടുന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ സ്കൂൾ ഒരു ജയിലായി മാറുകയാണ്, ഒരു തടവറയായി മാറുകയാണ്. സത്യത്തിൽ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അവിടെ ആ കുട്ടികൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ്, അവരോടുണ്ടാകുന്ന പെരുമാറ്റം, അതാണ് അതിന്റെ കാരണം. ഇവിടെ കിട്ടുന്ന വിദ്യാഭ്യാസവും ഇതിനകത്തുള്ള എല്ലാ പെരുമാറ്റങ്ങളും എല്ലാ കാര്യങ്ങളും എന്റെ ഭാവിക്ക് വേണ്ടിയാണ് എന്ന തോന്നൽ പോലും ആ കുട്ടിക്കുണ്ടാവുന്നില്ല. അത്രയ്ക്ക് പോലും ആ കുട്ടിയെ ബോധവൽക്കരിക്കാൻ ഉതകാത്ത ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥിതി. ആ വ്യവസ്ഥതയിൽ നിന്ന് ജയിലിൽ നിന്ന് ഓടിപ്പോകുന്നത് പോലെ ഓടിപ്പോകുന്ന വിദ്യാർത്ഥികൾ. എങ്കിൽ ഇപ്പൊ നമ്മുടെ യതീംഖാനകളുടെ അവസ്ഥ എന്താ? യതീംഖാനകളിൽ അടുത്ത വരാൻ പോകുന്ന റമദാൻ മാസമാണല്ലോ. റമദാൻ മാസത്തിൽ എന്നാ പിന്നെ ഒരു നോമ്പ് തുറ എന്റെ വക എന്നും പറഞ്ഞിട്ട് ഒരു യതീംഖാനയിൽ നേർച്ചയായിട്ട് ആരെങ്കിലും പോയി നോക്കിയാൽ 2 വർഷത്തേക്ക് ഒഴിവുണ്ടാവില്ല. ഉണ്ടോ? ഇല്ല. വേറെ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ വേറെന്തെങ്കിലും കൊടുത്തോന്ന് പറയും. അത്രയ്ക്ക് രുചികരവും പോഷണമുള്ളതുമായ ഭക്ഷണം കൊണ്ട് നിറക്കപ്പെട്ട ഈ യതീംഖാനയിൽ നിന്നാണ് കുട്ടികൾ ഓടിപ്പോകാൻ താല്പര്യം കാണിക്കുന്നത്. മനസ്സിലാക്കണം. ഇന്നലെ പിടിച്ചിട്ടുണ്ട് 11 കുട്ടികളെ, ഒരു ഓർഫനേജിൽ നിന്ന് ഓടിപ്പോയ 11 കുട്ടികളെ. CSI ചർച്ചിന്റെ കീഴിലുള്ള ഒരു ഓർഫനേജിൽ നിന്ന് ഓടിപ്പോയ 11 കുട്ടികളെ ഇന്നലെ കേരളത്തിൽ പിടിച്ചിട്ടുണ്ട്. എന്താ, അവർക്ക് സൗകര്യമില്ലാഞ്ഞിട്ടാണോ? നല്ല കോൺക്രീറ്റ് കെട്ടിടം, നല്ല ഭക്ഷണം, നല്ല വിദ്യാഭ്യാസം എല്ലാം ഉണ്ട്. കേരളത്തിലെ ഒരു ഓർഫനേജിൽ നിന്ന് പറഞ്ഞാൽ പോരാ, ഈ നോർത്ത് ഇന്ത്യയിലെ കുട്ടികളെ കൊണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന 2 ഓർഫനേജുകളിൽ ഒരു ഓർഫനേജിൽ നിന്ന് 4 വർഷം മുമ്പ് IAS പോലും ഒരു കുട്ടി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാവും ഏതാണത്, അല്ലേ? എന്നിട്ടോ ആ ഓർഫനേജിൽ നിന്നും കുട്ടികൾ ഓടിപ്പോകാൻ എന്താ കാരണം? കാരണം ജയിലുകളാണ്. ഇത് മുഴുവൻ ജയിലുകളാണ്. അപ്പൊ നബി ചെയ്തതും നബി പറഞ്ഞതുമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഈ സമൂഹം മരുന്നിന് പോലും നബി ഒരു യതീംഖാന നടത്തിയതായിട്ട് പറയുന്നില്ല. ഇവിടെ അവര് തന്നെ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന ചരിത്രത്തിൽ എവിടെയെങ്കിലും നബി ഒരു യതീംഖാന നടത്തിയിട്ടുണ്ടോ? അതിൽ പോലും ഇല്ല. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ 10 കൊല്ലത്തിന് ശേഷം അങ്ങനെ ഒരു ചരിത്രം എഴുതപ്പെടാം. കാരണം നബിയുടെ ചരിത്രം ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും പുതിയ പുതിയ ഹദീസുകളും പുതിയ പുതിയ ചരിത്ര സംഭവങ്ങളും വന്നുകൊണ്ടിരിക്കുക. ചിലപ്പോ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ കുറെ കാലം കഴിയുമ്പോൾ നബി ഇന്ന പേരിൽ ഒരു യതീംഖാന ഇന്ന സ്ഥലത്ത് നടത്തിയിരുന്നു എന്ന് പറയപ്പെടാം. പക്ഷേ ആസ് ഓൺ നൗ, ഈ നിമിഷം വരെ അങ്ങനെ ഒന്നില്ല. ഒരു കേരളത്തിൽ നടക്കുന്ന ഒരു യതീംഖാന അധികാരിയോട് ചോദിച്ചാലും അങ്ങനെ ഒന്നും പറയാനില്ല. പിന്നെ എന്തിന് യതീംഖാന? കുറെ കാരണങ്ങളുണ്ട് അതിന്. ഈ കുട്ടികളെ കൂട്ടിലടച്ച് വളർത്തുന്നതിന് കുറെ കാരണങ്ങളുണ്ട്. കൂട്ടിലടച്ച് എന്ന പ്രയോഗം ഞാൻ വെറുതെ അല്ല. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് പറഞ്ഞത് വെറുതെ അല്ല. എത്ര ഭംഗിയുള്ള കൂടായാലും ആ കൂട് തന്നെയാണ്. ആ കൂട്ടിലടച്ച് കുട്ടികളെ വളർത്തുന്നതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ പ്രബുദ്ധമായ കേരളത്തിലാണ് കഴിഞ്ഞ ആഴ്ച ഒരു TV ചാനൽ 17 കുട്ടികളെ 30 പട്ടികളോടൊപ്പം തൃശ്ശൂർ നഗരത്തിൽ ഒരു ഓർഫനേജിൽ വളർത്തുന്നത് കാണിച്ചു തന്നത് നമുക്ക് മനസ്സിലാക്കണം. അവിടെ പോയി ഈ രംഗങ്ങൾ രഹസ്യമായി ഷൂട്ട് ചെയ്ത റിപ്പോർട്ടർ പറയുകയാണ്, പട്ടിയുടെ വിസർജ്യത്തിന്റെ നാറ്റം കാരണം അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ആ അവസ്ഥയിലാണ് ഈ കുട്ടികൾ. ഇത് പോരാത്തതിനെ 2 പെരുമ്പാമ്പുണ്ട്, ഒരു മൂർഖം പാമ്പും ഒരു പെരുമ്പാമ്പും. ഈ കുട്ടികള്
സമയം കൊല്ലാൻ വേണ്ടി ചെയ്യുന്നത് എന്താ? ഈ വടിയെടുത്തിട്ട് പാമ്പിനെ കുത്തിക്കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. സ്വന്തം കുട്ടിയെ ആരെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ വളർത്താൻ പോകട്ടെ, ഒരു നിമിഷം ആ കുട്ടിയെ ഒറ്റയ്ക്ക് അവിടെ നിർത്തിയിട്ട് പുറത്തു വരാൻ ഏതെങ്കിലും രക്ഷിതാവ് തയ്യാറാകുമോ എന്ന് ചിന്തിച്ചാൽ അറിയാം ഈ കുട്ടികളും നടത്തിപ്പുകാരും തമ്മിലുള്ള മാനസിക ബന്ധം എന്താണ്. ഞാൻ മനസ്സിലാക്കുന്നു അവിടെയാണ് ഈ ചർച്ചകൾ പിഴച്ചു പോകാനുള്ള മൂലകാരണം കിടക്കുന്നത്. പോരാ, തീരുന്നില്ല. പ്രധാനമായും കേരളത്തിൽ 2000 ഓർഫനേജുകൾ ഉണ്ടെന്നാണ് കണക്ക്, സർക്കാരിന്റെ കണക്ക്. 2000-ൽ അല്പം അധികം. അതിൽ 1600 ചില്ലുവാനം ഓർഫനേജും ക്രിസ്തീയ സമുദായമാണ് നടത്തുന്നത്. 200 ചില്ലുവാനം മുസ്ലിം സമുദായവും 100 ചില്ലുവാനം ഹിന്ദു സമുദായവും നടത്തുന്ന ഓർഫനേജുകളാണ്. പിന്നെ കൊച്ചു ജൈനന്മാരുടെ ഒക്കെ വളരെ ചുരുക്കം, എണ്ണം പറയാനില്ലാത്ത അത്രയും ചുരുക്കം. ഇതാണ് 2000-ഓളം കണക്ക്. ആലോചിച്ച് നോക്കണം, മനുഷ്യൻ നടത്തുന്ന ഒരു ഓർഫനേജും ഇല്ല. മനുഷ്യൻ നടത്തുന്ന ഒറ്റ ഓർഫനേജും ഇല്ല. എല്ലാം ഒന്നെങ്കിൽ ക്രിസ്ത്യാനി നടത്തുന്നത്, അല്ലെങ്കിൽ മുസ്ലിം നടത്തുന്നത്, അല്ലെങ്കിൽ ഹിന്ദു നടത്തുന്നത്. ആലോചിച്ച് നോക്കണം. ദൈവം യതീമിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു സ്ഥലത്തും സമുദായത്തെ സംബന്ധിച്ച് ഒരു സൂചന പോലും നൽകിയിട്ടില്ല. പോട്ടെ, സമുദായം എന്നത് അവിടെ കിടക്കട്ടെ, വിശ്വാസത്തെ സംബന്ധിച്ച് ദൈവിക വ്യവസ്ഥിതിയിൽ കടന്നവൻ, അതിൽപ്പെട്ട യതീമിനെ നീ പരിപാലിക്കണമെന്ന് ദൈവം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൈവിക വ്യവസ്ഥിതിയിലായ യതീമിനെയാണ് നീ പരിപാലിക്കേണ്ടത് എന്ന് ദൈവം എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ലോകത്ത് എല്ലായിടത്തും ഇതാണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. മിക്കവാറും കാണുന്ന എല്ലാ ഓർഫനേജുകളും ഓരോ സമുദായങ്ങൾ അവരുടെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നതാണ്. അല്ലെ? എങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്? ശരിയല്ലേ? അത് ആ ഒറ്റ കാരണത്താലാണ് ഈ കുട്ടികളെ കൊണ്ടുവന്ന നിയമപരമായ പ്രശ്നങ്ങളെ ഒരു സമുദായത്തിനെതിരെ സാമുദായികമായ വിഭജിപ്പിലേക്ക് എത്തിക്കാൻ, ചർച്ചകളെ അങ്ങോട്ടെത്തിക്കാൻ കാരണമായി തീർന്നതെന്ന് ഓർക്കണം. ഇന്ന് രാവിലത്തെ മാതൃഭൂമി പത്രത്തിൽ ഞാൻ AP കുഞ്ഞാമ്മു എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ഒരു ലേഖനം വായിച്ചു. ഇതാണ് അതിലെ വിഷയം. ഞാൻ വരുമ്പോ ട്രെയിനിൽ കണ്ടതാണ്. അതിൽ അദ്ദേഹം ആ ചർച്ചയുടെ അവസാനം പറഞ്ഞിരിക്കുന്നത് കുറെ കാര്യങ്ങൾ, വളരെ മാന്യമായ കാര്യങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം അവസാനം പറയുന്നത് ഈ ഓർഫനേജുകൾ എല്ലാ മതങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കണം, എല്ലാ മതങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കണം. അതാണ് അതിന്റെ പരിഹാരം എന്ന് അദ്ദേഹം പറയുന്നു. ആശയം ശരിയാണെങ്കിലും അതാണ് അതിന്റെ പരിഹാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതാണ് പ്രശ്നം എന്ന് പറയാം, അതല്ല അതിന്റെ പരിഹാരം. പ്രശ്നം അതാണ്, യതീം എന്ന് പറയുന്നതിനെ ദൈവം വെക്കാത്ത ഒരു കണ്ടീഷനോടുകൂടി, ദൈവം അതിന്റെ കൂടെ പറയാത്ത ഒരു നിബന്ധനയോടുകൂടി മുസ്ലിമായ യതീം, ക്രിസ്ത്യാനിയായ യതീം, ഹിന്ദുവായ യതീം, ജൈനനായ യതീം എന്ന് വേർതിരിച്ചെടുത്താണ് ഈ പ്രശ്നം കിടക്കുന്നത്. അല്ലാതെ ഈ പ്രശ്നങ്ങളെ സാമുദായികമാക്കി മാറ്റിയത് ചാനലുകളല്ല. ഈ പ്രശ്നങ്ങളെ ചാനലുകളിലേക്ക് എത്തുന്നതിന് മുമ്പേ അത് സമുദായവൽക്കരിക്കപ്പെട്ടിരുന്നു. എന്താ തെളിവ്? തെളിവ് ഈ കൊണ്ടുവന്ന 466 കുട്ടികളും ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. അത് തന്നെ തെളിവ്. കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ? അതേ സമുദായത്തിന്റെ ഓർഫനേജിലേക്ക്. അത് തന്നെ തെളിവ്. മറ്റേതൊരു സമുദായം നടത്തുന്ന ഓർഫനേജിലും ആ സമുദായത്തിലെ കുട്ടികൾ മാത്രം എന്ന് വെച്ചാൽ മറ്റെല്ലാ കാര്യങ്ങളിലും ഉണ്ടായ പോലെ ദൈവത്തിന്റെ വ്യക്തമായ ഒരു മാർഗനിർദ്ദേശത്തെ, ഒരു ആജ്ഞയെ ഇവിടെ പാർശ്വവൽക്കരിച്ചിരിക്കുന്നു. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പാർശ്വവൽക്കരിച്ചിരിക്കുന്നു. ആ പാർശ്വവൽക്കരണത്തിന്റെ എതിർപക്ഷത്താണ് ദൈവത്തിന്റെ വ്യവസ്ഥിതി മുഴുവൻ എങ്കിൽ കൂടി ആ വ്യവസ്ഥിതിയെ തന്നെ പാർശ്വവൽക്കരിക്കുക എന്നതാണ് തത്വം. സമൂഹത്തിനകത്ത് ഭിന്നത ഉണ്ടാക്കണം, എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് തമ്മിൽ തല്ലിക്കണം. ഒറ്റ കാര്യം ചെയ്താൽ മതി, വേറെ നിങ്ങളൊന്നും ചെയ്യേണ്ട. ദൈവത്തിന്റെ വ്യവസ്ഥിതി തനിയെ തകർന്നോളും. ചേരിതിരിവ് സൃഷ്ടിച്ചാൽ മതി. പല കാരണങ്ങളാൽ, സാമ്പത്തികമായ ഉച്ചനീചത്വത്തിന്റെ പേരിൽ ചേരിതിരിവ് സൃഷ്ടിക്കാം, തൊഴിൽപരമായ വിവേചനത്തിന്റെ പേരിൽ ചേരിതിരിവ് സൃഷ്ടിക്കാം, ജനനത്തിന്റെ പേരിൽ ചേരിതിരിവ് സൃഷ്ടിക്കാം, ജാതീയമായിട്ട്, ഇല്ലേ? സ്ത്രീ പുരുഷ
വ്യത്യാസത്തിന്റെ പേരിൽ ചേരിതിരിവ് സൃഷ്ടിക്കാം, അല്ലെ? പുരുഷ മേധാവിത്വം, അങ്ങനെ പലതരം ചേരിതിരിവുകൾ. ആലോചിച്ചു നോക്കണം. ദൈവത്തിന്റെ വ്യവസ്ഥിതികൾ മുഴുവൻ ഈ ചേരിതിരിവുകളുമായി ഏറ്റുമുട്ടുന്നതാണ്. എല്ലാ ചേരിതിരിവുകളുമായി ഏറ്റുമുട്ടുന്നതാണ് ദൈവിക വ്യവസ്ഥിതി മുഴുവൻ എന്ന് മനസ്സിലാക്കണം. അപ്പൊ പിശാചിന്റെ ആശയം തന്നെ ചേരിതിരിവുകൾ സൃഷ്ടിക്കുക എന്നതാണ്. ദൈവത്തിന്റെ ആശയമോ എന്താ? ഉമ്മത്തൻ വാഹിദത്തൻ, അങ്ങനെയാക്കി തീർക്കലാണ് ദൈവത്തിന്റെ ആശയം. മനുഷ്യരെ മുഴുവൻ ഒന്നാക്കി തീർക്കുക എന്നത് ദൈവത്തിന്റെ ആശയമാണെങ്കിൽ അതിനെ ചേരികളായി തിരിക്കുക എന്നത് പിശാചിന്റെ ആശയം. മനുഷ്യ സൗഹൃദത്തിന്റെ പേരിൽ പേര് കേട്ട നാടാണ്. അപ്പൊ പിശാചിന് തീരെ നിക്കക്കള്ളി ഉണ്ടാവില്ല. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, പിശാചിനെ ഒരിക്കലും ബാറിലും വ്യഭിചാരശാലയിലും പരുതേണ്ട ആവശ്യമില്ല. ഉണ്ടോ? പിശാചിനെ പരുതേണ്ടത് എവിടെയാണ്? പിശാചിനെ പരുതേണ്ടത് സൗഹൃദങ്ങളുള്ള സ്ഥലത്താണ്. കാരണം പിശാചിന്റെ ഡ്യൂട്ടി അവിടെയാണ്. ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയതാ. ഇവിടെ ഓൾറെഡി ചെയ്യേണ്ടത് ചെയ്തിട്ട് പോയതാണ്. നമ്മളിപ്പോഴും പിശാചിനെ പരുതുന്നത് അവിടെയാണ്, ഇവിടെയല്ല. അതേപോലെ പിശാചിന്റെ ഡ്യൂട്ടി കലാപങ്ങളുള്ള നാട്ടിലല്ല. പിശാചിന്റെ ഡ്യൂട്ടി സമാധാനമുള്ള നാട്ടിലാണ്. കാരണം ദൈവം പ്രേരിപ്പിക്കുന്നത് ഇസ്ലാം, ഈമാൻ, അഥവാ സുരക്ഷിതത്വം, സമാധാനം, ഇതിനെ രണ്ടിനുമാണ് ദൈവം പ്രേരിപ്പിക്കുന്നത്. ഇത് രണ്ടും ഇല്ലാതാക്കാനായിരിക്കണം പിശാച് പ്രേരിപ്പിക്കുന്നത്. അപ്പം സമാധാനവും സുരക്ഷിതത്വവും ഉള്ള സ്ഥലത്തെ പിശാചിനെ പരുതുന്നത്. തേൻ പോലെ തോന്നിക്കുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അതിലൂടെ ശത്രുത സൃഷ്ടിക്കാൻ പിശാച് ശ്രമിക്കും. എങ്കിൽ ഇന്നത്തെ യത്തീംഖാനകളൊക്കെ ഈ തേൻതുള്ളികളാണ്. ആ തേൻതുള്ളികൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിഫലനം ആണ് ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മുസ്ലിമും മുസ്ലിമിന്റേതല്ലാത്ത ഒരു യത്തീംഖാന, ഒരു ഓർഫനേജ് വളരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഓരോ അമുസ്ലിമും മുസ്ലിമിന്റെ ഓർഫനേജ് വളരണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അവിടെ തന്നെ തീർന്നില്ല വിഷയം. അപ്പം ഈ സാമുദായികത ചാനൽ സൃഷ്ടിച്ചതാണോ യത്തീംഖാനകൾ സൃഷ്ടിച്ചതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആരാണ് ഈ സാമുദായികത സൃഷ്ടിച്ചത്? യത്തീംഖാനകളാണോ ചാനലുകളാണോ? യത്തീംഖാനകൾ വെട്ടിത്തെളിച്ച സാമുദായികതയെ ഊട്ടിയുറപ്പിക്കുക മാത്രമാണ് ചാനലുകൾ ചെയ്തത്. ചാനലുകൾ തെറ്റ് ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല. ഒരിക്കലും ഈ യത്തീംഖാനകൾ ചെയ്തത് മുഴുവൻ തെറ്റാണ് എന്ന് പറയാനും ഞാൻ തയ്യാറല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവലംബമില്ലാത്ത, ആശ്രയമില്ലാത്ത വിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാൻ ഇത്തരം കേന്ദ്രങ്ങളുടെ ആവശ്യമുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അത്തരം കേന്ദ്രങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതിലൊന്നാണ് മാനുഷികത. മാനുഷികത സാമുദായികതയുടെ എതിർവശത്താണ്. മാനുഷികതയും സാമുദായികതയും ഒരുമിച്ച് പോവില്ല, പാരലലായിട്ട് പോവില്ല. സാമുദായികത തെക്കോട്ടാണ് പോകുന്നതെങ്കിൽ മാനുഷികത വടക്കോട്ടേ പോകും. അപ്പൊ സാമുദായികതയിലൂന്നിയ എല്ലാ ഓർഫനേജുകളും എല്ലാ യത്തീംഖാനകളും മാനുഷികത കൈവിട്ടിരിക്കുന്നു. കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചാളെ പറഞ്ഞിട്ട് കാര്യമില്ല. തീ കത്തിക്കുന്നവനെയാണ് പറയേണ്ടത്. കത്തിച്ചതിന് ശേഷം ആ തീ ആളിക്കത്തിക്കുന്നവനെ അല്ല പറയേണ്ടത്. ആദ്യം തീ കത്തിക്കുന്നവനെയാണ് പറയേണ്ടത്. ഇവിടെ ആദ്യം തീ കൊളുത്തിയത് യത്തീംഖാനകളാണ് എന്ന് ചിന്തിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹു യത്തീം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കേണ്ടത്. യത്തീം എന്ന വാക്കിന് അറബിക് ഡിക്ഷണറിയിൽ പിതാവില്ലാത്തവൻ എന്നൊരർത്ഥം കൊടുത്തിട്ടുണ്ട്. പിതാവ് മരിച്ചവൻ എന്നൊരർത്ഥം കാണുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് മുഴുവൻ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന അർത്ഥം പിതാവില്ലാത്തവൻ എന്നല്ല. അതിന്റെ അർത്ഥം ആലംബമില്ലാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം. സഹായത്തിന് ആളില്ലാത്തയാൾ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരു കുട്ടിയെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിതാവിനേക്കാളും വലിയ ആലംബമാണ് മാതാവ്. ആണോ അല്ലയോ? നിങ്ങൾ യോജിക്കോ ഇല്ലയോ ഞാൻ പറയുന്നത്? പിതാവിനേക്കാളും വലിയ ആലംബമാണ് മാതാവ്. ആ മാതാവ് നഷ്ടപ്പെട്ട യത്തീമാവില്ല. ഈ വ്യാഖ്യാന പ്രകാരം പിതാവ് തന്നെ നഷ്ടപ്പെടണം. ആലോചിച്ച് നോക്കണം. പിതാവ് നഷ്ടപ്പെട്ടാൽ യത്തീമാവും. എന്നാൽ പിതാവ് നഷ്ടപ്പെട്ട കോടീശ്വരനോ? പിതാവ് നഷ്ടപ്പെട്ട കോടീശ്വരനെ ഈ വ്യാഖ്യാന പ്രകാരം വിളിക്കേണ്ടത് കോടീശ്വരനായ യത്തീം. അപ്പൊ സാങ്കേതികമായി ആ യത്തീമും ഖുർആൻ പറയുന്ന പരിപാലനത്തിന് അർഹനാണ്. നോക്കണം. എന്നാൽ പരമദരിദ്രനായ മാതാവ് നഷ്ടപ്പെട്ട ഒരു കുട്ടി
ഈ സംരക്ഷണത്തിന്, ഈ പരിപാലനത്തിന് അർഹനല്ല താനും. ആലോചിച്ചു നോക്കണം നിങ്ങള്. ഒരു ദൈവികമായ ഒരു കാഴ്ചപ്പാടിനെ, ഒരു വ്യവസ്ഥിതിയെ മാറ്റിമറിക്കുന്ന രീതി. അങ്ങനെ പരമദരിദ്രനായ ഒരു കുട്ടിയെ തള്ളിക്കൊണ്ട് കോടീശ്വരനെ പോലും ആദരിക്കപ്പെടാൻ, അവന്റെ ആശയത്തെ കൂടെ നിർത്താൻ, അവനോട് ചേർന്ന് നിന്നാൽ ദൈവികത കൂടെ വരുമെന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു തന്ത്രമായി ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ദൈവം എന്താണ് ഇതിലൂടെ പറയുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ യതീംഖാനകളിൽ നടക്കുന്ന, ഞാനിത് പറയുമ്പം ആർക്കും ഉള്ളിൽ ഒരു പൊള്ളലും വരുത്തണ്ട. ഞാൻ ഒരു സമുദായത്തിന്റെ യതീംഖാനയോ അല്ല പറയുന്നത്. യതീംഖാന എന്നത് ആ വാക്കിന്റെ ഇംഗ്ലീഷ് ഓർഫനേജ്, മലയാളത്തിലാണെങ്കിൽ അനാഥശാല എന്ന അർത്ഥത്തിലേ എടുക്കാവൂ. യതീംഖാന എന്ന വാക്കിന് തന്നെ ഇപ്പൊ അർത്ഥം മുസ്ലിം യതീംഖാന എന്നാണ്. ആ അർത്ഥത്തിൽ എടുക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഓർഫനേജ്. ഈ ഓർഫനേജുകളൊക്കെ ഇന്ന് വ്യവസായങ്ങളാണ്. എല്ലാ ഓർഫനേജുകളും വ്യവസായങ്ങളാണ്, കച്ചവട സ്ഥാപനങ്ങളാണ് എല്ലാ ഓർഫനേജുകളും. എങ്ങനെ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ നഗരത്തിലുള്ള, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഓർഫനേജിൽ 29 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഞാൻ ഓർഫനേജിന്റെ പേര് ഞാൻ പറയുന്നില്ല. 29 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അതിനകത്ത്. വർഷങ്ങൾക്ക് മുമ്പ് അതിനകത്ത് നടന്ന സാമ്പത്തിക തിരിമറിയെ സംബന്ധിച്ച് പത്രങ്ങൾ ചർച്ച ചെയ്യുകയും മാനേജ്മെന്റ് മാറുകയൊക്കെ ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തത് എന്താണ് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ മാന്യമായ സാമ്പത്തിക നിലപാടുകളായിരിക്കാം, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ വിഷയം അവിടെയല്ല. ഇതിനകത്ത് നടക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലാഭത്തിലാണ് നടക്കുന്നത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലാഭത്തിലാണ് നടക്കുന്നത്. ഈ പ്രശ്നം മുമ്പോട്ട് വെച്ച IG അദ്ദേഹം പറയുന്നു, കേരളത്തിലെ മിക്കവാറും ഓർഫനേജുകളോടനുബന്ധിച്ച് നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓർഫൻകൾക്ക്, യതീമുകൾക്ക്, അനാഥകൾക്ക് പ്രവേശനം കൊടുക്കാറില്ല. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എനിക്ക് നേരിട്ടറിയാവുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ പേരിൽ സർക്കാരിൽ നിന്ന് വാങ്ങിയെടുത്ത സ്ഥാപനങ്ങൾ, അവിടെ ഉള്ള ഒരു അപ്പോയിന്റ്മെന്റും ആ സമുദായത്തിന് കൊടുക്കാറില്ല. പണം വാങ്ങിയിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ ആ അപ്പോയിന്റ്മെന്റുകളെല്ലാം. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല കേട്ടോ, ഞാൻ ഒരു സമുദായത്തിന്റെയും പക്ഷം ചേർന്നല്ല പറയുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് ദൈവിക വ്യവസ്ഥതയെ കുറിച്ച് തന്നെയാണ്. സംശയം വേണ്ട നിങ്ങൾക്ക്. ദൈവിക വ്യവസ്ഥതയെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ഇതിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് വ്യക്തമാവുകയും ചെയ്യും. കാരണം ദൈവിക വ്യവസ്ഥിതി മുഴുവൻ ലംഘിക്കപ്പെട്ടുകൊണ്ടാണ് ദൈവത്തിന്റെ വ്യവസ്ഥിതി എന്ന പേരിൽ, അതിന്റെ കൂടെ നിൽക്കുന്ന സ്ഥാപനങ്ങൾ എന്ന പേരിൽ ഈ സ്ഥാപനങ്ങൾ നടത്തപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ നാട്ടിന്റെ പരിസരങ്ങളിലാണ് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഓർഫനേജുകൾ കൂടുതലുള്ളത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വെറുതെ ഒന്ന് സഞ്ചരിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 3000 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 5000 കൊടുത്താൽ, എമൗണ്ട് എത്രയാണെന്ന് എനിക്കറിയില്ല, ഇറ്റ് മേ വേരി, സ്ഥാപനങ്ങൾക്കനുസരിച്ച് മാറാം, സ്ഥാപനങ്ങളുടെ ഇൻമേറ്റ്സിന്റെ എണ്ണത്തിനനുസരിച്ച് മാറാം എന്ന് പറയുന്നതാണ് ഒന്നുകൂടെ ശരി. അതിനകത്ത് താമസിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് മാറാം. 50 കുട്ടികൾ താമസിക്കുന്ന സ്ഥാപനത്തിൽ ഒരു റേറ്റ്, 200 കുട്ടികൾ താമസിക്കുന്ന സ്ഥാപനത്തിൽ ഒരു റേറ്റ്. എന്തിന്? എന്റെ കഷ്ടത മാറ്റാൻ, ആ കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ. ഉണ്ടോ ഇല്ലയോ? ഇത് കച്ചവടമാണോ അല്ലയോ? ദൈവത്തെ പോലും കച്ചവടം ചെയ്യുകയാണ് ഇവിടെ. ദൈവത്തെ പോലും വിൽപ്പന ചരക്കാക്കുകയാണ്. കാരണം എന്താ? യതീമിന്റെ പ്രാർത്ഥന ഒരു തടസ്സവും കൂടാതെ പടച്ചവൻ സ്വീകരിക്കും എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഓറ് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യതീമിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനാണ് ഈ ഇല്ലാത്തത് മുഴുവൻ വാരിക്കെട്ടിയിട്ട് പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ട്രെയിൻ കയറി പോകാറുണ്ട് കേട്ടോ മിക്കവാറും ആൾക്കാരും. മുസ്ലിങ്ങൾ മിക്കവാറും വണ്ടിയിൽ കയറുന്നുണ്ടെങ്കിൽ 2 കാര്യത്തിനാണ്. ഒന്നുകിൽ മക്കാമിലേക്ക്, അല്ലെങ്കിൽ ആസ്പത്രിയിലേക്ക്. ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ അതാ മിക്കവാറും. തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിന് ശേഷം തലശ്ശേരിയിൽ എന്തുകൊണ്ട് ഒരു ക്യാൻസർ സെന്റർ വന്നു? കാരണം മുസ്ലിം കോൺസെൻട്രേറ്റഡ് ആയ ഇവിടെയാണ് ക്യാൻസർ രോഗികൾ കൂടുതൽ. ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങൾ എല്ലാവരും.
ഭക്ഷണ രീതി എങ്ങനെയാ? ദൈവം എന്താണോ പറഞ്ഞത് അതിന്റെ നേരെ എതിരാണ് ഭക്ഷണം മുഴുവൻ. രോഗങ്ങളെ വലിച്ചു വരുത്തുന്ന ജീവിതശൈലി, രോഗങ്ങളെ അകറ്റുന്ന ജീവിതശൈലിയല്ല. ഇവര് തന്നെ പറയും, നബിയുടെ കാലത്ത് ഒരു യുദ്ധത്തിൽ റോമ സൈനികർ വന്നിട്ട് വളരെ എണ്ണത്തിൽ ചുരുക്കമായ മുസ്ലിം സൈന്യത്തിന്റെ ഊർജ്ജസ്വലതയും ഉത്സാഹവും കണ്ടിട്ട് ഒരു ഗവേഷണം നടത്തി പോലും റോമ സൈന്യം. അതിന്റെ ആൾക്കാർ വന്നിട്ട് ഇവരുടെ കൂടെ നിന്നിട്ട് ഒരു രഹസ്യമായ ഒരു ഗവേഷണം, എന്താ ഇവർക്ക് ഈ ഊർജ്ജസ്വലതയ്ക്ക് എന്താണ് ഇത്രയധികം, എന്താ ഇതിന്റെ രഹസ്യം, ഇത്രയധികം ഊർജ്ജസ്വലത ഉണ്ടാകാൻ എന്താ രഹസ്യം? പരിധിയിട്ട് അവർ കണ്ടുപിടിച്ച മാർഗം എന്താ അറിയോ? അവർ കാരണം കണ്ടുപിടിച്ചത്, വിശക്കുമ്പം മാത്രമേ ഭക്ഷണം കഴിക്കൂ, ഉറക്കം വരുമ്പോഴേ ഉറങ്ങും. എന്നാൽ ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥയോ? വിശന്നിട്ട് ഉണ്ണുന്ന ഒരു മുസ്ലിമിനെയും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ മിക്കവാറും മുസ്ലിങ്ങൾ നടത്തുന്ന എല്ലാ വിരുന്നുകളിലേക്കും ക്ഷണിക്കപ്പെടുന്നത് ഉണ്ടതിന്റെ അസ്വസ്ഥത മാറാതിരിക്കുന്നവനെയാണ്. ഉണ്ടതിന്റെ അസ്വസ്ഥത മാറാതിരിക്കുന്നവരെയാണ് ഈ വിരുന്നുകളിലേക്ക് മുഴുവൻ ക്ഷണിക്കപ്പെടുന്നത്. അല്ലേ? അല്ലേ? അതിന്റെ കാരണമാണ് ഈ കാണുന്നത്. അതിന്റെ പരിണത ഫലമാണ് ഈ കാണുന്നത് ഇത് മുഴുവൻ. അല്ലേ? അങ്ങനെ സ്വയം രോഗം വരുത്തി വെച്ചിട്ട്, സ്വയം ഇല്ലായ്മ വരുത്തി വെച്ചിട്ട്, സ്വയം കുറെ വേണ്ടാധീനങ്ങൾ ചെയ്തിട്ട് അതില് പാപമോചനത്തിന് ആരുടെ അടുത്തേക്കാ? യത്തീമിന്റെ അടുക്കലേക്ക്. ആരാ പറയുന്നത്? ഈ യത്തീംഖാനയുടെ ഉടമസ്ഥൻ. ഞങ്ങളുടെ യത്തീംഖാനയിൽ 200 കുട്ടികളുണ്ട്. അപ്പൊ 200 എണ്ണം ഒന്നിച്ചു പറഞ്ഞാൽ ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഇവൻ ചെയ്ത സകല ബ്രഹ്മാനന്തരവും ആ കുട്ടി പറഞ്ഞിട്ട്, ആ കുട്ടികൾ പറഞ്ഞിട്ട് ദൈവത്തിൽ നിന്ന് വിടുവിച്ചു തരും. വളരെ എളുപ്പമല്ലേ? 5000 ഉറുപ്പ്യക്ക് എന്ത് വൃത്തികേടും കാണിക്കാം. ഇന്നലെ രാത്രി വൃത്തികേട് കാണിക്കുക, ഇന്ന് 5000 ഉറുപ്പ്യം കൊണ്ട് യത്തീംഖാനയിലേക്ക് പോവുക. ഇതിനേക്കാളും വലിയൊരു കച്ചവടം ഉണ്ടോ? ആലോചിച്ചു നോക്കണം. ഈ കച്ചവടത്തെ ഏതെങ്കിലും ഒരു ചാനൽ എതിർത്താൽ ഞാൻ ആ ചാനലിന്റെ പക്ഷത്താണ്. പക്ഷെ ചാനൽ സാമുദായികത പറഞ്ഞാൽ ഞാൻ ആ സാമുദായികതയുടെ പക്ഷത്തല്ല. ഈ വൃത്തികേടിനെ എതിർത്ത ചാനലിന്റെ പക്ഷത്താണ് ഞാൻ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മിക്കവാറും എല്ലാ ഓർഫനേജുകളുടെയും അടിസ്ഥാനത്തിൽ സമൂഹ വിവാഹങ്ങൾ, അവിടെ വളർന്ന കുട്ടിയെ അവര് തന്നെ ആ കുട്ടിക്ക് ചെറുക്കനെ കണ്ടെത്തി കെട്ടിക്കുന്നു. ഇല്ലേ? എന്താ അതിലുള്ള ലാഭം? എത്ര പവന സംഭാവന വരുന്നത്? ഈ കുട്ടിക്ക് എത്ര കൊടുക്കണമെന്ന് ഇവർ ആദ്യം തീരുമാനിച്ചു. സംഭാവന വാങ്ങുന്നതിന് കണക്കൊന്നുമില്ല. വാങ്ങിയത് മുഴുവൻ ആ കുട്ടിക്ക് കൊടുക്കുമോ? ഇല്ല, അത് ആദ്യം തീരുമാനിച്ചു. കുട്ടിക്ക് 25 പവൻ കൊടുക്കും. കൊടുക്കുന്നത് കുറച്ച് അധികം തന്നെ കൊടുക്കും. എന്തിനാണെന്നറിയോ? എത്ര അധികം കൊടുക്കുന്നോ അത്രയധികം സംഭാവന ചെയ്യാനുള്ള മൂഢന്മാരുണ്ട് ഈ ലോകത്ത്. അല്ലേ? നമ്മൾ തന്നെ ഒരു 10,000 രൂപ സംഭാവന കൊടുത്തു കളയാമെന്നൊരു മനുഷ്യൻ മനസ്സിൽ തീരുമാനിച്ചാൽ അയാൾ ആദ്യം നോക്കുക ഏത് യത്തീംഖാനയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്, ആ യത്തീംഖാനക്ക് കൊടുത്തു കളയാം എന്താ വിചാരിക്കുക. അപ്പോ 5 പവൻ കൊടുക്കുന്ന യത്തീംഖാനക്ക് 500 പവൻ കിട്ടുമെങ്കിൽ 25 പവൻ കൊടുക്കുന്ന യത്തീംഖാനക്ക് 2500 പവൻ കിട്ടും. അതാണ് റേഷ്യോ, 100 ഇരട്ടി. അപ്പൊ എത്ര കൂടുതൽ കൊടുക്കുന്നോ അത്രയും ലാഭം. അവിടെയും കച്ചവടമാണ്. ഇനി കുറച്ചും കൂടെ ആഴത്തിലേക്ക് നമ്മൾ പോയാൽ ഈ കുട്ടികളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലീവ് കിട്ടിയാൽ 2 മാസം അവർ ആഘോഷിക്കുകയാണെന്ന്. എന്താ കാരണം? സത്യത്തിൽ ഈ കുട്ടികൾക്ക് ഒരു ഫുഡ് സൈക്കോളജി ഉണ്ട്. ആ ഫുഡ് സൈക്കോളജി പോലും പാലിക്കാതെയാണ് കുട്ടികളുടെ പരിപാലനം. ഈ കുട്ടികളിൽ ഒരാളുടെയും ഇഷ്ടാനുഷ്ഠാനങ്ങൾ ആരും നോക്കുന്നില്ല. പരിഗണിക്കുന്നത് പോട്ടെ, അന്വേഷിക്കുന്ന പോലും ഇല്ല. ഈയിടെ ഒരു ഓർഫനേജില് കുട്ടികൾക്ക് പേഴ്സണാലിറ്റി ട്രെയിനിങ്ങിന് ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ പോയി. പോയപ്പോ ആദ്യമായിട്ട് ആ ഓർഫനേജിന്റെ മാനേജർ എന്നോട് പറയാണ്, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഈ ക്ലാസ്സിൽ ഈ ഓർഫനേജിലെ മുഴുവൻ കുട്ടികളുടെയും മുടിവെട്ടി ബാർബറെ കൊണ്ടുവന്നിട്ട് മുടിവെട്ടി. വലിയ കാര്യമായിട്ട് പറയാ. ഞാൻ നോക്കുമ്പോ എല്ലാ കുട്ടികളും ഒരേപോലെ മുടിവെട്ടിയിരിക്കുന്നു, എല്ലാവരുടെ മുടി ഒരേപോലെ. അപ്പൊ ഞാൻ ഈ കുട്ടികളുടെ സ്വകാര്യമായിട്ട് ചോദിച്ചു, ഈ മുടിവെട്ടാൻ ഈ പാറ്റേൺ ആരാ തെരഞ്ഞെടുത്തത്? നിങ്ങളാണോ? അല്ലല്ലോ. ഈ കുട്ടിയുടെ മുടി ഇങ്ങനെ വെട്ടണമെന്ന് തീരുമാനിച്ചത് ആരാ തീരുമാനിച്ചത്? ഇതിന്റെ വാർഡൻ. ഞാൻ ആ വാർഡനോട് പച്ചയായിട്ട് ചോദിച്ചു, നിങ്ങളുടെ മകന്റെ കുട്ടി ഈ കൂട്ടത്തിൽ മുടിവെട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. അയാളുടെ മകന്റെ കുട്ടി മുടിവെട്ടുന്നത് മകന്റെ ഇഷ്ടത്തിന്,
ഓർഫനേജിലെ മുഴുവൻ കുട്ടികളുടെയും മുടിവെട്ടുന്നത് ആരുടെ ഇഷ്ടത്തിനാ? ഈ വാർഡന്റെ ഇഷ്ടത്തിന്. ഇതാണോ ദൈവം പറഞ്ഞ പരിപാലനം? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതാണ് ദൈവം പറഞ്ഞ പരിപാലനം? ഇല്ല, ഇതല്ല ദൈവം പറഞ്ഞ പരിപാലനം. കുറേ കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. മിക്കവാറും ഈ കാര്യത്തിൽ ഏറ്റവും ശോചനീയമായ അവസ്ഥയിൽ നിൽക്കുന്നത് മുസ്ലിം സമുദായം നടത്തുന്ന ഓർഫനേജുകൾ തന്നെയാണ്. തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താ? ക്രിസ്തീയ സമുദായങ്ങൾ നടത്തുന്ന ഓർഫനേജുകളിൽ പലപ്പോഴും വാർഡനായി നിയമിക്കപ്പെടുന്നത് MSW പോലുള്ള ഡിഗ്രി എടുത്തവരാണ്. MSW പോലുള്ള ഡിഗ്രി എടുത്തവരാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിലെ ഓർഫനേജിലെ വാർഡൻ ആരാന്നറിയോ? വൈകുന്നേരം തലയെക്കെട്ട് വഹിച്ചു വെച്ചിട്ട് വരും ഇതിനകത്തേക്ക്. അത്രയും നേരം ചന്തയിലായിരുന്നു. എന്റെ അടുത്ത് തെളിവുണ്ട് കേട്ടോ, വെറുതെ പറയുന്നതല്ല. ഞാൻ കണ്ടതാണ് നേരിട്ട്. വൈകുന്നേരം വരെ മാർക്കറ്റിൽ ചുമടെടുക്കൽ എന്ന ജോലി തെറ്റാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. പക്ഷെ ചുമടെടുക്കുന്ന ഒരാൾക്ക് MSW പോലുള്ള ഈ കുട്ടികളുടെ സൈക്കോളജി, അവരെ വേണ്ട രീതിയിൽ പരിപാലിക്കാനുള്ള അറിവെങ്കിലും ഉണ്ടായെങ്കിലൊക്കെ അതില്ല. പകരം ഇത് മാത്രമാണ് ഏൽപ്പിക്കുന്നത്. കേരളത്തിലെ മദ്രസകളിലുള്ള അധ്യാപകർ ചെയ്തു കൂട്ടുന്ന സകല തെമ്മാടിത്തരത്തിനും ഉത്തരം പറയേണ്ട ഒരവസ്ഥയിലാണ് ഈ സമുദായം ഇന്ന്, അല്ലേ? ദൗർഭാഗ്യവശാൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ട് ഖുർആൻ പഠിക്കാൻ തുടങ്ങിയ കാലത്ത് എന്നെ ഒരു അധ്യാപകൻ പഠിപ്പിച്ചതെന്താ അറിയോ? മുസ്ലിം വീട്ടിൽ ജനിച്ചതിന് അള്ളാഹുവിനോട് അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതില് ജനിക്കാത്തവരാണ് അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത്, ജനിച്ചവരല്ല. കാരണം വെറുതെ അല്ല. രണ്ട് കാരണങ്ങളുണ്ട് അതിന്. ഒന്നാമത്തെ കാരണം, ഈ വിഴുപ്പ് മുഴുവൻ പേറേണ്ട അവസ്ഥയിൽ നമ്മൾ എത്താൻ കാരണം അതാണ്, അതിൽ ജനിച്ചതാണ്. രണ്ടാമത്തെ കാരണം, ഖുർആനിനെ സ്വതന്ത്രമായി സമീപിക്കാൻ അവകാശമില്ല നമുക്ക്. ഈ കുടുംബത്തിന് പുറത്ത് ജനിച്ച ഒരാൾക്ക് ഖുർആനിനെ സ്വതന്ത്രമായി സമീപിക്കാം. ദൈവം എനിക്ക് തന്ന ഗ്രന്ഥം എന്റെ തുറന്ന മനസ്സോടെ എനിക്കിതിനെ പരിശോധിക്കാമെന്ന അവസ്ഥയിൽ സമീപിക്കാം. നമുക്ക് പറ്റുമോ? ഇന്ന് രാവിലെ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, സ്വന്തം വീട്ടിലുള്ളവർക്ക് പോലും ഇത് ശരിയാണെന്ന് തോന്നിയവർക്ക് പോലും ഇതിന്റെ കൂടെ നിൽക്കാൻ ഭയം, അല്ലേ? എന്താ കാരണം? ഇത് ശരിയാണെങ്കിൽ കൂടി ഞാൻ ജനിച്ചു വളർന്ന ഒരു സമുദായമുണ്ട്, ഞാൻ ജനിച്ചു വളർന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിക്കണം. എന്റെ ഭാര്യയ്ക്ക്, എന്റെ മക്കൾക്ക്, എന്റെ ഉമ്മയ്ക്ക്, എന്റെ ഉപ്പയ്ക്ക് എന്ത് സംഭവിക്കും എന്ന് ഞാൻ ചിന്തിക്കണം. ഈ സമുദായത്തിനകത്തുള്ള പല വ്യവസ്ഥിതികളും ഞങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം, അല്ലേ? ഭ്രഷ്ട് കൽപ്പിച്ചേക്കാം, ജമാഅത്തിൽ നിന്ന് പുറത്താക്കിയേക്കാം. ഭയപ്പെടണം. അതേപോലെ മറ്റൊരു കാരണമാണ് ഈ വിഴുപ്പ് മുഴുവൻ നമ്മൾ പേറേണ്ടി വരുന്നു എന്നത്. ഇന്ന് യതീംഖാനകൾ, അതിന്റെ പുറകിൽ പണക്കാരായവർ, ഇവര് വ്യവസ്ഥാപിതമായി തന്നെ പറയുന്നു, യതീമിന്റെ പേരിൽ പിരിക്കുന്ന പണത്തിന്റെ 40% പിരിക്കുന്നയാൾക്ക് എടുക്കാമെന്ന് പറയുന്നില്ലേ? ഞാൻ പറയുന്നത് തെറ്റാണോ? 40%. അങ്ങനത്തെ ഒരു കമ്മീഷൻ ഞാൻ ഒരു ഫീൽഡിലും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇതേവരെ കണ്ടതിന് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്നുണ്ട് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. അവരുടെ പരമാവധി കമ്മീഷൻ 20%. ഇത് അതിന്റെ ഇരട്ടി. LICക്ക് പണം സംഭരിച്ചു കൊടുക്കുന്ന ആൾക്ക് 20%, ദൈവത്തിന് പണം സംഭരിച്ചു കൊടുക്കുന്ന ആൾക്ക് 40%. LIC ശിർക്കും, ഇത് തൗഹീദും. ആലോചിച്ച് നോക്കണം. ഈ ഒരു അവസ്ഥയിൽ ഇതിനെ ആരാണ് എതിർക്കേണ്ടത് എന്ന് കൂടി ചിന്തിക്കണം. ഇതിനെ യഥാർത്ഥത്തിൽ എന്റെ വീട്ടിന്റെ അകത്തുള്ള മാറാലെ അടിച്ച് തൂത്ത് വൃത്തിയാക്കാനുള്ള ബാധ്യത എനിക്കാണോ നിങ്ങൾക്കാണോ? ആർക്കാണ് ആ ബാധ്യത? എനിക്കാണെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഈ വൃത്തികേട് തൂത്ത് വൃത്തിയാക്കാനുള്ള ബാധ്യത നമുക്കാണ് എന്ന് ചിന്തിക്കണം. എതിർക്കപ്പെടണം. ഇത് എതിർക്കപ്പെടണം. ഈ കച്ചവടം അനുവദിക്കപ്പെടാൻ പറ്റില്ല. ലൈംഗികതയും പുറത്തു വരാത്ത മറ്റു പല കാര്യങ്ങളും വേറെയുണ്ട് കുറെ. ഇന്ന് കോയമ്പത്തൂരിലെ ഒരു യതീംഖാനയുടെ വാർത്തയുണ്ട്, ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ ഞാൻ വായിച്ചു. 2 പെൺകുട്ടികളെ ആകെ ആ ഓർഫനേജിൽ, അതൊരു ക്രിസ്ത്യൻ ഓർഫനേജ് ആണ് കേട്ടോ, അതും ക്രിസ്ത്യൻ ഓർഫനേജാണ്. അതിനകത്ത് ആകെ 3 പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതിലെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളെ കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്തു. ഇന്നലെ രാത്രി, ഇന്നത്തെ പത്രത്തിലാണ് ഇത് പുറത്തറിയുന്നത്. അറിയാത്ത എത്ര ഉണ്ടാവാം. ആലോചിച്ചു നോക്കും.
ഞങ്ങളുടെ നാട്ടില് ഒരു പെൺകുട്ടിയുടെ പിതാവ് ബലാത്സംഗം ചെയ്തു. ആ കാര്യം പെൺകുട്ടി മാതാവിന്റെ അനിയത്തിയോട് പോയിട്ട് പറഞ്ഞു. കേസായി, അച്ഛൻ ജയിലിൽ പോയി. പിറ്റേ ദിവസം ഈ പെൺകുട്ടി പുതിയൊരു പരാതിയുമായി വന്നിരിക്കുന്നു. എന്താണെന്നറിയോ? ഇത് പുറത്ത് പറഞ്ഞതിനെ സ്വന്തം അമ്മ വിറകെടുത്ത് അടിച്ചു പോലും മോളെ. മനസ്സിലായോ? ഈ കുട്ടിയെ അച്ഛൻ നശിപ്പിച്ചു എന്ന കാര്യം കുട്ടി പുറത്തു പറഞ്ഞതിനെ കുട്ടിയുടെ അമ്മ വിറകെടുത്ത് അടിച്ചു എന്ന് ഈ കുട്ടിയെ. അപ്പൊ ഇത് എന്റെ നാട്ടിൽ നടന്നതാണ്. എത്ര കുട്ടികൾ ഇതുപോലെ ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ തയ്യാറാവും? അപ്പൊ പുറത്തറിയാതെ പോകുന്ന കാര്യങ്ങൾ എന്തുമാത്രം ഉണ്ടാവും ആലോചിച്ച് നോക്കുക. ഇവിടെ നമ്മൾ എന്താണ് നിലപാടെടുക്കേണ്ടത്? എന്താ നിലപാടെടുക്കേണ്ടത് ആലോചിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോവാം. എന്തായിരുന്നു സത്യത്തിൽ ഈ 2 ഓർഫനേജുകൾ കുട്ടികളെ കൊണ്ടുവരുമ്പം എന്തായിരുന്നു യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ആലോചിച്ചു നോക്കണം. കേരളത്തിലൊരു നിയമമുണ്ട്. കേരളത്തിലെ ഓർഫനേജുകളിൽ കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ വില്ലേജ് ഓഫീസർമാരുടെ സർട്ടിഫിക്കറ്റ് വേണം. ഡെസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ്, അനാഥയാണെന്ന് വില്ലേജ് ഓഫീസർ എഴുതി കൊടുത്ത സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് മതി. ഇല്ലെങ്കിൽ, ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ലെങ്കിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും മതി. ഇതാണ് ഒരു മലയാളിയായ കുട്ടിയെ ഓർഫനേജിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ. കേരളത്തിന് പുറത്തു നിന്നാണ് കൊണ്ടുവരുന്നതെങ്കിൽ നിർബന്ധമായും ആ സംസ്ഥാനത്തെ സർക്കാരിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്നാണ് നിയമം. അതാണ് നിയമം. പക്ഷെ ആ നിയമം പാലിക്കാതെ 400 ചില്ലോനം കുട്ടികളെ 100 ചില്ലറ ടിക്കറ്റ് എടുത്തിട്ട് വന്നപ്പോ യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തിന്റെ വിശ്വസനീയത മുഴുവൻ നഷ്ടപ്പെടുന്നതോടൊപ്പം ഒരു സമുദായത്തിന്റെ പേരിലാണ് ഇവർ നിലകൊള്ളുന്നത്, അല്ലേ? സക്കാത്ത്, അതുപോലെ യതീം പരിപാലനം, ഇതൊക്കെ സമുദായത്തിന്റെ വൃത്തത്തിനകത്ത് മാത്രം പാലിക്കാനുള്ളതാണ്. അതിനകത്ത് മാത്രം, അല്ലെ? എങ്ങനെയല്ലേ വെപ്പ്? അതിനകത്ത് മാത്രം. അങ്ങനെ വരുമ്പോ എന്താ പ്രശ്നം? അതിനകത്തുണ്ടാകുന്ന എല്ലാ വിഴുപ്പുകളും, എല്ലാ പോരായ്മകളും, എല്ലാ നിയമലംഘനങ്ങളും ഈ സമുദായം മുഴുവൻ ഏറ്റെടുക്കേണ്ടി വരും. ആ ഗതികേടിലാണ് ഇപ്പൊ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നത്, സമുദായം എത്തിപ്പെട്ടിരിക്കുന്നത്. നിയമങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല. അതാണ് ഇതിന് കാരണങ്ങൾ. അള്ളാഹു എന്താണ് യഥാർത്ഥത്തിൽ പറയുന്നത്? അത് നമ്മൾ ഊന്നൽ നൽകേണ്ട വിഷയം അതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, മാതാവ് ആണ് പരിപാലനത്തിന്റെ കാര്യത്തിൽ പിതാവിനേക്കാൾ പ്രാധാന്യമുള്ള ബന്ധു. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാൻ ആ പറയുന്നതിനോട്. പിതാവിനേക്കാൾ ഒരു ശിശുവിന്റെ പരിപാലനത്തിൽ ആ ശിശുവിന് പ്രധാനപ്പെട്ട ബന്ധു മാതാവാണ്. നമ്മളൊക്കെ നിർവഹിക്കുന്നത് ആ സമ്പത്ത് റിസോഴ്സ് പേഴ്സൺ ആയിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്. പലപ്പോഴും പണത്തിന്റെ റിസോഴ്സ് പേഴ്സൺ. പക്ഷേ മാതാവ് നിലകൊള്ളുന്നത് സ്നേഹത്തിന്റെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടാണ്. സ്നേഹത്തിന്റെ ഉത്ഭവസ്ഥാനമായിട്ടാണ് മാതാവ് നിലകൊള്ളുന്നത്. ഇവിടെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ അനാഥത്വം മാതാവ് നഷ്ടപ്പെടലാണോ പിതാവ് നഷ്ടപ്പെടലാണോ? മാതാവ് നഷ്ടപ്പെടലാണ് യഥാർത്ഥ അനാഥത്വം. എന്നാൽ ഇന്നത്തെ യതീംഖാനകൾ മുഴുവൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? പിതാവ് നഷ്ടപ്പെട്ടിട്ട് മാതാവിന്റെ സ്നേഹ പരിലാളനയിൽ ജീവിക്കുന്ന കുട്ടിയെ ആ മാതാവിന്റെ ചിറകിനടിയിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ട് മാതാവിനെ കൂടി ഇല്ലാതാക്കിയിട്ട് ഒരു ചുറുങ്കിലടക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണോ തെറ്റാണോ? ആലോചിച്ചു നോക്ക്. പിതാവ് നഷ്ടപ്പെട്ടിട്ട് സ്വയം മേൽപോട്ട് നോക്കി അഗതിയെ പോലെ നിൽക്കുന്ന ആ കുട്ടിക്ക് ആകെ മനസ്സിനെ ഒരു ശീതള ഛായ നൽകാനുള്ളത് മാതാവാണ്. ഇവിടെ ധനത്തിന്റെ പേരും പറഞ്ഞിട്ട് ആ മാതാവിന്റെ സ്നേഹവും പരിലാളനയും സുരക്ഷിതത്വ ബോധവും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സുരക്ഷിതത്വ ബോധം അഥവാ ഇസ്ലാം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ കുട്ടിയെ ഇസ്ലാമിൽ നിന്നാണ് പറിച്ചു കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിലേക്കല്ല പറിച്ചു കൊണ്ടുപോകുന്നത്, ഇസ്ലാമിൽ നിന്നാണ് പറിച്ചു കൊണ്ടുപോകുന്നത്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമുദായ സംഘടനയല്ല, ഒരു സ്ഥാപനവുമല്ല. അതൊരവസ്ഥയാണ്, സുരക്ഷിതമായ ഒരവസ്ഥ. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ അവസ്ഥ മാതാവിന്റെ സാന്നിധ്യത്തിലാണോ ഈ ഓർഫനേജിനകത്താണോ? മാതാവിന്റെ സാന്നിധ്യത്തിൽ. അതാണ് ഇസ്ലാം, അവിടെയാണ് ഇസ്ലാം. ആ ഇസ്ലാമിൽ നിന്ന് പറിച്ചു കൊണ്ടുവരുന്നു. തികച്ചും ദൈവിക വ്യവസ്ഥിതിയുടെ എതിർദിശയിലേക്കാണ് ഇത് പോകുന്നത് എന്ന് മനസ്സിലാക്കും, അല്ലേ? ചിന്തിച്ചു നോക്ക്. കെട്ടിടമല്ല സുരക്ഷിതത്വത്തിന്റെ ലക്ഷണം. സുരക്ഷിതത്വം കിടക്കുന്നത് സ്നേഹത്തിലാണ്, പരിലാളനയിലാണ്. ആ സ്നേഹവും
എല്ലാവരെയും കൊടുക്കാൻ ഈ കെട്ടിടങ്ങൾക്ക് കഴിയില്ല. സാധാരണ പറയാറുണ്ട്, ഒരു വീട് ഇഷ്ടികകൾ കൊണ്ടുണ്ടാക്കും, പക്ഷെ ഒരു കുടുംബം ഹൃദയങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുക. വീട് കല്ലുകൾ കൊണ്ട് പണിയാം, കുടുംബം പണിയാൻ കഴിയില്ല. കുടുംബം ഹൃദയങ്ങൾ കൊണ്ട് പണിയണം. കാരണം കുടുംബം എന്ന് പറയുന്നതിന്റെ ഇൻഗ്രീഡിയന്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ഈസ് ലവ്, സ്നേഹം. അത് കല്ലുകൾക്ക് നൽകാനാവില്ല, അത് നൽകാൻ സ്നേഹത്തിനെ കഴിയും. ആ സ്നേഹത്തിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ് മനുഷ്യന് ആവശ്യം. ആ സുരക്ഷിതത്വത്തിൽ നിന്നാണ് ഈ കുട്ടിയെ പറിച്ചു കൊണ്ടുവരുന്നത്. അവിടെ തന്നെ പഴച്ചു, അഥവാ അവിടെയാണ് പിഴച്ചത്. എന്താ ദൈവം യഥാർത്ഥത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ആ കുട്ടിക്ക് നിങ്ങൾ എന്താണോ നഷ്ടപ്പെട്ടത് അത് റീപ്ലേസ് ചെയ്യാൻ, അല്ലാതെ ഉള്ളത് കൂടി പറിച്ചെടുക്കാനല്ല. ആ കുട്ടിക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് റീപ്ലേസ് ചെയ്യണം, അത് പകരം കൊടുക്കണം. ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ധനപരമായ സുരക്ഷിതത്വമാണ്, അല്ലെ? പിതാവ് നഷ്ടപ്പെടുന്നതിലൂടെ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ധനപരമായ സുരക്ഷിതത്വമാണെങ്കിൽ, യഥാർത്ഥ ഇസ്ലാമിക മാർഗത്തിൽ, ദൈവിക മാർഗത്തിൽ അതിനെ പരിപാലിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ധനം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക, അല്ലാതെ അതിനെ ഇങ്ങോട്ട് പറിച്ചുകൊണ്ടുവരുമല്ല വേണ്ടത്. ധനം അങ്ങോട്ട് എത്തിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നം. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാവുന്ന പ്രശ്നം. ആ കുട്ടി, ആ പിതാവുണ്ടായിരുന്ന അവസ്ഥയിൽ ആ കുട്ടി ഏത് സ്കൂളിൽ പോകുമായിരുന്നോ ആ സ്കൂളിൽ പോട്ടെ, തൊട്ടടുത്ത സ്കൂളിൽ. ആ പിതാവിന്റെ സാന്നിധ്യത്തിൽ ഏതൊക്കെ ബന്ധുക്കളുടെ കൂടെ ജീവിക്കുമായിരുന്നോ അവരുടെ കൂടെ ജീവിക്കട്ടെ. എന്താ നഷ്ടപ്പെട്ടത്? പിതാവ് നഷ്ടപ്പെട്ടു. പകരം ഒരു പിതാവിനെ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിലും പിതാവിൽ നിന്ന് അവന് കിട്ടുമായിരുന്ന സാമ്പത്തിക അസ്തിത്വം, സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അത്രേ ചെയ്യാനുള്ളൂ. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അത്രേ ചെയ്യാനുള്ളൂ. പക്ഷേ അത് മാത്രം ചെയ്താൽ ഇവർക്ക് പോരാ. എന്താ കാര്യം? അത് മാത്രം ചെയ്താൽ പല നഷ്ടങ്ങൾ ഇവർക്ക് സംഭവിക്കും, പല നഷ്ടങ്ങൾ സംഭവിക്കും. എന്റെ നാട്ടിലൊക്കെ ധാരാളം യതീംഖാന പ്രസിഡന്റുമാരെ ഞാൻ കാണാറുണ്ട്. ഏത് സാമുദായിക സദസ്സിലും ആദ്യം കൊണ്ടുവരിക ഇയാളെയാണ്. ഒരു കോഴിക്കോടൻ അലുവ കൊണ്ടുവരുന്ന പോലെ ആനയിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും ആദ്യമായി, അല്ലേ? ഇവിടെ അങ്ങനെയൊക്കെ തന്നെ അല്ലേ? അല്ലേ? എല്ലാ നാട്ടിലും ഈ സ്ഥാനം നഷ്ടപ്പെടുന്നു എന്നതാണ് പ്രധാനമായ കാരണം. പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് എന്തൊക്കെ, അതിന്റെ അനുബന്ധങ്ങളായി നടക്കുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന നിലയിൽ സമൂഹത്തിൽ നിന്നുള്ള അംഗീകാരം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറെ ആൾക്കാർ മുമ്പിൽ വന്ന് നിൽക്കണം. +2 സീറ്റ് വേണം, SSLCക്ക് സീറ്റ് വേണം, പിന്നെ ഹൈസ്കൂളിലേക്ക് സീറ്റ് വേണം. എന്തിന്റെ പേരില? ഈ അനാഥയുടെ പേരിൽ. ഈ അനാഥൻ നിലവിലുള്ള ഒരു സ്ഥാപനത്തിൽ പഠിച്ചോട്ടെ, അതിന്റെ ചെലവ് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇത് നടക്കില്ല. വേറൊരു വശം ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ പരിസരത്തുള്ള 4 or 5 യതീംഖാനകൾ, ഓർഫനേജുകൾ പോയി പരിശോധിച്ച് നോക്കുക. അതിന്റെ വാർഷിക ബഡ്ജറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. 1.25 കോടി രൂപയായിരുന്നു ഒരു വർഷത്തെ ചെലവ്. ആ സ്ഥാപനത്തിൽ മൊത്തം പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 52. 52 കുട്ടികളെ പരിപാലിക്കാൻ വേണ്ടി 1.25 കോടി രൂപ ഒരു വർഷം. നിങ്ങൾ കണക്കൂട്ടി നോക്കൂ, ഒരു ദിവസം എത്ര ചെലവ് വരും. ഇത് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ 10-1 മതി. പോരെ സർ? ഈ കുട്ടികൾ പ്രൊഫഷണൽ കോളേജിലൊന്നും അല്ല പഠിക്കുന്നത്, ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ചെലവില്ലാതെ പഠിക്കാം. അവർക്ക് വേണ്ടത് വസ്ത്രം, ഭക്ഷണം, പുസ്തകം. അതിൽ പുസ്തകവും വസ്ത്രവും എപ്പോഴും എല്ലാ ദിവസവും പ്രൊവൈഡ് ചെയ്യേണ്ടതല്ല. ഭക്ഷണം, ഒരു കുട്ടിക്ക് ഒരു മാസം ഭക്ഷണം പ്രൊവൈഡ് ചെയ്യാൻ എത്ര പൈസ വേണം? വീട്ടിനകത്തായിരിക്കുമ്പോ ആവറേജ് 50 രൂപ മതി ഒരു കുട്ടിക്ക് ഒരു ദിവസം. 50 രൂപ, 1500 രൂപ വെച്ചിട്ട് 12 മാസത്തേക്ക് 18,000 രൂപ. പുസ്തകത്തിന് വേണ്ടി ഒരു വർഷത്തേക്ക് ഒരു 5,000 രൂപ വേണ്ട, എന്നാലും ഇരിക്കട്ടെ എന്ന് കൂട്ടാം. വസ്ത്രത്തിന് ഒരു 5,000, 28,000 രൂപ കൊണ്ട് ഒരു കുട്ടിയെ പരിപാലിക്കാം. പരിപാലിച്ചൂടെ? 52 കുട്ടികൾക്ക് എത്ര വരും? 15 ലക്ഷത്തോളം രൂപ. അതാണ് 1.25 കോടിയായി വളർന്നത്. മനസ്സിലാക്കാം? 1.25 കോടി. ഇതൊക്കെ ഇതിന്റെ ഉള്ളുകള്ളികളാണ്. ഇത് ഞാൻ പറയട്ടെ, നമ്മള് ഖുർആനിന്റെ അനുയായികളാണെന്നും പറഞ്ഞ് വെറുതെ ഇരുന്നത് കൊണ്ട് കാര്യമില്ല. ഖുർആൻ പറയാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. മനസ്സിലാക്കണം. ഖുർആൻ എന്നത് ജീവിക്കാനുള്ളതാണ്, പഠിക്കാനുള്ളതല്ല. പഠിക്കാൻ മാത്രമുള്ളതല്ല,
ജീവിക്കാനുള്ളതാണ്. ഞാൻ പറയട്ടെ, ഈ വേദിയിൽ വെച്ച് യഥാർത്ഥ യതീം പരിപാലനത്തിനുള്ള ഒരു തുടക്കം കുറിക്കാൻ നമുക്കാവണം. യഥാർത്ഥ യതീം പരിപാലനത്തിന് ദൈവം ഏത് വഴിക്ക് മുമ്പോട്ട് വെച്ചോ ആ വഴിക്ക് അവിടെ ജാതി നോക്കാൻ പറ്റില്ല, മതം നോക്കാൻ പറ്റില്ല, അവന്റെ പിതാവ് മരിച്ചിട്ടുണ്ടോ മരിച്ചിട്ടില്ലോ എന്ന് നോക്കാൻ പറ്റില്ല. പിതാവ് മരിച്ചാലും മരിച്ചില്ലെങ്കിലും അവൻ യതീമാവാം, മാതാവ് മരിച്ചാലും മരിച്ചില്ലെങ്കിലും അവൻ യതീമാവാം. ആയിക്കൂടെ? അതാം. കാരണം സഹായിക്കാൻ ആളില്ലാത്ത അവസ്ഥ, അതാണ് യതീം എന്ന വാക്കിന്റെ അർത്ഥം. ആ ഒരവസ്ഥയിൽ ജീവിക്കുന്നവരെ അവരുടെ വീടുകളിൽ സഹായമെത്തിക്കുക എന്നൊരു ഡ്യൂട്ടി മാത്രമാണ് ഈ സമൂഹത്തിനുള്ളത്, ഒരു മുസ്ലിമിനുള്ളത്. അതുകൊണ്ട് നിലവിലുള്ള വ്യവസ്ഥിതികളെ തച്ചുടക്കാനും മാത്രം ശക്തി നമുക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യഥാർത്ഥ വ്യവസ്ഥിതിയെ സ്ഥാപിക്കാനുള്ള ശക്തി നമുക്കുണ്ട് എന്ന് തിരിച്ചറിയണം. ഇരുട്ടിനെ നീക്കിക്കളയാൻ കൈകൊണ്ട് മായ്ച്ചിട്ട് കാര്യമില്ല. യതീംഖാനകളും ഓർഫനേജുകളും ഇരുട്ടുകളാണെങ്കിൽ അത് മായ്ച്ചു കളയാൻ പറ്റില്ല. പകരം ഒരു കൈത്തിരി കത്തിച്ചു വെക്കാൻ നമുക്ക് കഴിയും. നമുക്ക് കഴിയണം. അപ്പൊ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവിക മാർഗത്തിലാകൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്ലാം.